ഹായ്, ഇസ് മീ ഷെഫ് അദി ഫർഹാൻ. ഇന്ന് വന്നിട്ടുള്ളത് ദുബായ് ട്രെൻഡിങ് ആയിട്ടുള്ള കുനാഫ കേക്കിൻ്റെ വീഡിയോസായിട്ടാണ്. കുനാഫ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുനാഫ റോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിങ്ങിലൂടെയാണ് കിടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വളരെ നൈസായിട്ടുള്ള കുനാഫ നമ്മളിങ്ങനെ ട്രയലോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. അത് നമ്മൾ വളരെ ക്ലിയറായി ട്രയൽ ഇതാക്കിയതിന് ശേഷം നമ്മളത് ഓവനിലോട്ട് കയറ്റാനുള്ള ഒരു പ്രൊസീജിയേഴ്സിലാണ് നമ്മൾ ട്രേ ഓവനിലൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ ട്രോളിയിലൊക്കെ നമ്മുടെ കുനാഫെല്ലാം കയറ്റി നമ്മളങ്ങനെ ഓവൻ റൂമിലോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എന്താ ചെയ്ത് കുനാഫ ട്രോളിയോടൊക്കെ ഓവനിലെല്ലാം കയറ്റി ഇനി നമുക്ക് ഉള്ള പ്രൊസീജിയർ എന്താ വെച്ചാൽ ഓവൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 150 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്തത്. അങ്ങനെ നമ്മളെ കുനാഫ ഏകദേശം റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഇനി നമ്മൾ ആ റോസ്റ്റ് ചെയ്ത കുനാഫ ഒരു നല്ലൊരു വലിയൊരു മിക്സറിലോട്ട് മാറ്റുകയാണ്. നമ്മുടെ കുനാഫ നമ്മൾ മിക്സറിലോട്ട് ചേഞ്ച് ചെയ്ത് അതിലോട്ട് നമ്മൾ പിസ്താഷ്യോടെ സ്പ്രെഡ് ആഡ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഇതിലോട്ട് പിസ്താഷ്യോ സ്പ്രെഡെല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ പിസ്താഷ്യോ സ്പ്രെഡും കുനാഫയും നല്ല മിക്സ് ചെയ്തെടുക്കണം. ഞങ്ങൾ ഏകദേശം ഒരു 1 ടൈം തന്നെ 50 kg മിക്സാണ് ചെയ്യാറുള്ളത്. ഏകദേശം ഒരു ബൾക്ക് ഓർഡറിന് ഉണ്ടാകുമ്പോൾ അങ്ങനെ ആണ് ഒരു ട്രിപ്പിൽ. പിന്നെ കേക്ക് ബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിലോട്ട് വേണ്ട സ്പോഞ്ച് ഒരു ഡാർക്ക് സ്പോഞ്ച് മോയ്സ്ചർ ടൈപ്പ് സ്പോഞ്ച് എടുത്താൽ മതി. നമ്മളിങ്ങനെ ചെയ്തിട്ട് ബോളിലും ജസ്റ്റ് ഒന്ന് അത് സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റിൻ്റെ ജെല്ലി എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്പോഞ്ചെല്ലാം അതിൽ വെച്ചെടുത്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റിബൺ നമ്മളതിൽ സൈഡിലൂടെ കൊടുക്കേണ്ടതാണ്. പിന്നീട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പിസ്താഷ്യോ ഇവിടെ ആ ഒരു കുനാഫയുടെ ആ ഒരു മിക്സ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. പിന്നീട് നമ്മൾ സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുക്കേണ്ടതാണ്. എല്ലാ ഏരിയയും ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി ഏകദേശം ഒന്ന് തണുത്തതിന് ശേഷം അതിന് മേലെ നമ്മൾ എന്ത് ചെയ്യണം, ചോക്ലേറ്റിൻ്റെ ഗണേഷ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെ വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളെ മെയിൻ ആയിട്ടുള്ള കുനാഫ ദുബായ് ട്രെൻഡിങ് ആയിട്ടുള്ള കുനാഫ ചോക്ലേറ്റ് നമ്മൾ അതിന് മേലെ വെച്ച് കൊടുക്കുകയാണ്, ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളെ ലോഗോ കൊടുത്ത് ഏകദേശം അപ്പം നമ്മുടെ കേക്ക്